അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. ബാക്കിൽ സൂര്യനിക്ക് ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നലെ നമുക്ക് കിടന്ന സ്ഥലം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോക്കാം. നമ്മൾ കൊല്ലൂർ മൂകാംബിക തന്നെ പോകാൻ തീരുമാനിച്ചു. ഇപ്പം നമ്മൾ മൂകാംബിക റൂട്ടിലാണ്. ഇന്നലെ സത്യം പറഞ്ഞ രാവിലെ ഞാൻ പോകണില്ല, അവിടെ ഫോറസ്റ്റാണ്, മൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ടെൻഷനൊക്കെ അടിച്ച് പോകില്ല എന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എൻ്റെ ബോഡിക്ക് ആകെ ഫുൾ തളർന്നു പോയി. വെയിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നു, നല്ല വെയിലായിരുന്നു. അപ്പോൾ ആകെ തളർന്നു, ആകെ ക്ഷീണമായി. അപ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും മൂകാംബിക്ക് പോകണം എന്നൊരു പ്ലാനിങ് ആണ് പിന്നെ ഉണ്ടായിരുന്നത്. മൂകാംബിക്ക് പോകണം എന്നുള്ള പ്ലാനിങ് ഉണ്ടായപ്പോഴേക്കും ആ ബോഡിക്ക് ആകെ ഉഷാറായി, സെറ്റായി. ഞാനിത് ഇന്നലെ വൈകുന്നേരം ഒരു 7 മണിക്ക് ആയിരിക്കും മൂകാംബിക റോട്ടിൽ കയറി. പക്ഷെ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നലെ കിടന്നത് ഇവിടെയായിരുന്നു. ഒരു ഗ്രാമമാണ്, പേര് കന്നഡ ആയതുകൊണ്ട് എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നല്ല മനുഷ്യന്മാരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല സ്നേഹമായിരുന്നു. എനിക്ക് നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. കിടക്കാനുള്ള സ്ഥലം അവിടെ സെറ്റാക്കി തന്നു. അതേപോലെ തന്നെ എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഏകദേശം ഒരു 25 കിലോമീറ്ററോളാണ് മൂകാംബിക്കുള്ളത്. ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. നമുക്ക് എന്തെങ്കിലും പോണ വഴിക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളും കാണാം. ഓക്കെ, എന്തായാലും ഇന്നലത്തെ സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണെങ്കിലും നല്ല സ്നേഹമുള്ള മനുഷ്യന്മാരും അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി പോകുന്നത് ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. കണ്ടില്ലേ, ബാക്കിലേക്കും കാട് തന്നെ, ഇതൊക്കെ കാട് തന്നെയാണ് കേട്ടോ. ഹൈവേ ആണ്, നല്ല റോഡ്. പോണെങ്കിൽ കാടും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നോക്കാം രാവിലെ. വല്ല മൃഗങ്ങളെയും കാണാൻ പറ്റുമോ ഇല്ലേ എന്തൊന്നും ഒരു പിടുത്തില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, മെല്ലമോളെ പോലെ മെല്ലമോളെ. അമ്മായി അവിടെ നിന്ന് ആ വട്ടത്ത് നോക്കണു, ബെല്ല ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കണു. എന്താ സംഭവം? അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. രാവിലെ ഒരു ചായക്കട പോലും കണ്ടിട്ടില്ല, കാടായതുകൊണ്ടാണ്. ഇനി വല്ല തേൻ കൊണ്ട് വല്ല കാട്ടുവാസികൾ വരുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം.